PMCയിൽ ആടിയുലഞ്ഞു നിൽക്കുന്ന LDFന് ഇന്ന് വളരെ വളരെ നിർണായകമാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. CPI അനുനയിപ്പിക്കാൻ തലസ്ഥാനത്ത് തിരക്കിട്ട കൂടിയാലോചനകളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസഭാ യോഗം വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട്. ധാരണാപത്രം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആദർശം പണയം വയ്ക്കാനാകുമോ എന്നാണ് ഇപ്പോൾ CPI മുഖപത്രം ജനയുഗം ചോദിക്കുന്നത്. ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനോട് പോരടിക്കുകയാണ് വേണ്ടതെന്നും അതല്ലാതെ പദ്ധതി അനിവാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ പട്ടിക തയ്യാറാക്കലടക്കം PMCയുടെ തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഞ്ഞുരുകുമോ എന്നതാണ് പ്രധാന ചോദ്യം. TV പ്രസാദും റഹീസ് റഷീദും ഗോപാൽ ശീലാസനിലും ചേരുന്നുണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് റാഹീഷ്, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. ആദ്യം നമ്മൾ പ്രസാദിലേക്ക്. പ്രസാദ്, എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് 3:30 നടക്കാൻ പോകുന്ന ക്യാബിനറ്റിലേക്കാണ്, മന്ത്രിസഭാ യോഗത്തിലേക്കാണ്. 4 CPI മന്ത്രിമാർ ഇന്ന് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതാണ് ഈ വാർത്താ ദിനത്തിലെ പൊളിറ്റിക്കൽ സസ്പെൻസ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയെന്ന വണ്ണം ഇന്ന് ആ നിർണായക തീരുമാനം CPI കൈക്കൊണ്ടാൽ 8 വർഷങ്ങൾക്ക് മുമ്പ് 2017 അന്ന് TV പ്രസാദ് മറ്റൊരു ചാനലിലായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റം. ആ വാർത്തയിൽ അന്ന് എങ്ങനെയാണോ CPI പ്രതികരിച്ചത്, സമാനമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമോ? രാഷ്ട്രീയ സമ്മർദ്ദം ഏറ്റുകയാണോ CPI? എങ്ങനെയാണ് ഇതിനെ മുഖ്യമന്ത്രിയും CPIയും ഒക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ സെക്രട്ടേറിയറ്റിനകത്താണ് ഇന്ന് വൈകിട്ട് 3:30 നിർണായക മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നത്. സാധാരണ എല്ലാ ബുധനാഴ്ചയും രാവിലെ ചേരാനുള്ള മന്ത്രിസഭാ യോഗം ഉച്ചക്കേക്ക് മാറ്റാനുള്ള ഒരു കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു അനുനയ നീക്കം സാധ്യമാവുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് കണ്ടുകൊണ്ടാണ്. CPIM നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. അതല്ലാതെ CPIയുടെ ഈ നിലപാട് കൊണ്ട് തമാശയായിട്ട് അവർ മന്ത്രിസഭാ യോഗത്തിലേക്ക് വന്നുകൊള്ളും എന്ന നിലപാടൊന്നും CPIMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എന്ന് വേണ്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അനുനയ നീക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായി നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് CPI സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ടും മന്ത്രിമാരെയും നേരിട്ടും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോയി കണ്ടത് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും അതിൽ തീരുമാനമായില്ല. 2 വിഷയങ്ങളാണ് പ്രധാനമായും ഇന്നിപ്പോൾ പരിഗണിക്കാൻ പറ്റുന്നത്. ഒന്ന്, പദ്ധതിയുമായി മുന്നോട്ട് പോവുക, അതോടുകൂടി CPI മന്ത്രിമാർ പുറത്തേക്ക് പോകും. 2, പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ പഴയതുപോലെ CPI മന്ത്രിമാർ യോഗത്തിലേക്കെത്തും. പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPI മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇന്നിപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുത്തില്ലെങ്കിലും CPI മന്ത്രിമാരുടെ 2 പ്രധാനപ്പെട്ട വകുപ്പുകളെ ബാധിക്കുന്നതാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിൽ ഇന്നലെ മില്ലുടമകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിയെ യോഗം അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം ആ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ CPI മന്ത്രിമാർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ഇന്ന് യോഗം നടത്താനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ വന്നാൽ ആദ്യത്തേത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം മറ്റു മന്ത്രിമാരും കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മീറ്റിംഗിൽ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺ. ഇന്നലെ യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇറങ്ങിപ്പോയതാണ്. മില്ലുടമകളെ വിളിച്ചില്ല എന്നാണ് കാരണം പറഞ്ഞത്. ആ യോഗം ഇന്നത്തേക്ക് മാറ്റിവെക്കാനുള്ള കാരണവും അത് മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. ആ യോഗത്തിൽ കൃഷിമന്ത്രി P പ്രസാദ് പങ്കെടുക്കേണ്ടതുണ്ട്, റവന്യൂ മന്ത്രി K രാജൻ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 മന്ത്രിമാരെയും തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമായിട്ടാണോ അത് എന്നും സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ വളരെ പെട്ടെന്നൊരു യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ പതിവുള്ളതല്ല. നേരത്തെ CPI മന്ത്രിമാരുടെ ഒരു തീരുമാനമുണ്ടായിരുന്നത് ഈ ബുധനാഴ്ച മന്ത്രിസഭാ യോഗം നടക്കുന്ന ദിവസം തിരുവനന്തപുരത്തേക്ക് ദൂരെ
ദൂരെയുള്ളവർ വരേണ്ടതില്ല എന്ന് പോലും ഒരു ആലോചനയുണ്ടായിരുന്നു. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്ന നീക്കത്തിൻ്റെ കൂടി ഭാഗമായിരിക്കും. നമ്മൾ സംസാരിച്ചതുപോലെ അരുൺ, നേരത്തെയും CPIക്ക് ഈ ഒരു ശീലമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അരുൺ നേരത്തെ പറഞ്ഞു പോയിരുന്നു, 2017 നവംബർ മാസം 15-ാം തീയതിയായിരുന്നു അത്. ആലപ്പുഴയിലെ അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ ഉയർന്ന കായൽ കയ്യേറ്റ വിഷയങ്ങളിൽ അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് കൂടി മന്ത്രിയെ പിൻവലിപ്പിക്കാനോ മന്ത്രിയെ രാജിവെപ്പിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അന്നത്തെ ദിവസം രാവിലെ CPIയുടെ മന്ത്രിമാർ ചെയ്തത് മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞു, ഈ മന്ത്രിയുടെ കൂടെ മന്ത്രിസഭാ യോഗത്തിൽ ഇരിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പുറത്തേക്കിരുന്ന് ആ ചന്ദ്രശേഖരൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ അന്ന് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. സമീപകാലത്ത് CPM-ഉം CPI-യും തമ്മിലുണ്ടായ ഏറ്റവും വലിയ പൊട്ടിത്തെറിയുടെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ഇത്. ഒരുപക്ഷെ അതിനേക്കാളും അതിരൂക്ഷമായ പ്രശ്നമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്നത്. എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ത് ഫോർമുലയാണുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനം. ഇത്രയും കാലം വളരെ സജീവമായി മുന്നണിയെയും സർക്കാരിനെയും ഒരു പരിക്കുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ പിണറായി വിജയന്റെ മനസ്സിൽ എന്താണുള്ളത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അരുൺ, ശരി.